എനിക്ക് ഹോസ്റ്റലിൽ പോകണം മോളെ. ഇന്ന് അകത്ത് കയറാതെ ഞാൻ വിടില്ല. വാ ആന്റി, വാ. 1 2 3 ഇതെല്ലാം മോൾക്കുള്ളതാ. ഇതെല്ലാം ആന്റിക്ക് കിട്ടിയ സമ്മാനങ്ങളല്ലേ? മോളുടെ മമ്മിയിൽ വന്നതുകൊണ്ടല്ലേ ആന്റിക്ക് കോമ്പറ്റീഷൻ ചേരാൻ പറ്റിയത്. സോ ദീസ് ആർ ഓൾ യുവേഴ്സ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഡാഡി, ആന്റി ഇന്ന് എന്റെ കൂടെ സ്കൂളിൽ വന്നു. എന്നിട്ട് 3 കളികൾക്ക് ചേർന്നു. 3-ല് ഫസ്റ്റ്. ആന്റിയെ കണ്ടപ്പോൾ ടീച്ചർമാർ എല്ലാവരും ചോദിച്ചു നിന്റെ പുതിയ മമ്മിയാണോന്ന്. ഞാൻ പറഞ്ഞു അതേന്ന്. മോൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് മമ്മി ഇല്ലാഞ്ഞിട്ടല്ലേ ഡാഡി? മോളെ നിർബന്ധിച്ചപ്പോ എനിക്ക് അവളുടെ കൂടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി. Why? I should thank you for entertaining my daughter. വാ ആന്റി, നമുക്ക് മുകളിലേക്ക് പോകാം. ഇല്ല മോളെ, ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നേരം വൈകും. നേരം പോയാൽ കാറി കൊണ്ടുവിടാം. ഹായ് നായ്ക്കുട്ടി. മോൾ എപ്പോഴും പറയാറില്ലേ ഒരു പോമറേനിയൻ നായ്ക്കുട്ടിയെ കൊണ്ടുവരണമെന്ന്? ഇതെവിടുന്നാ ഡാഡി? നിനക്ക് വേണ്ടി വാങ്ങിയതാ. നേരോ നൈസ് ഡോഗ്. ഞാൻ ഇറങ്ങുന്നു സാർ. കല്യാണിയമ്മേ, ഇതിന് പാല് കൊടുത്തോ? ഇല്ല മോളെ. എന്നാ വാ. റീമോളുടെ പുതിയ മമ്മിയാണോ? അതെ. ഡാഡി, നമുക്ക് ആന്റിയെ ഇവിടെ താമസിപ്പിച്ചാലോ? എനിക്ക് ആന്റിയെ വലിയ ഇഷ്ടമായി. ഡാഡി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. നാളെ ആന്റി എന്നെ പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡാഡി? നീ കിടന്നുറങ്ങ. ഇതിൽ സിമന്റ് പെർമിറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തയക്കണം. യെസ് സർ. ഷീല, ഒരു കാര്യം, എന്റെ മകൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കണ്ടത് ഇന്നലെയാണ്. ഷീലയുമായി കൂടുതൽ അടുത്തിടപഴകിയത് മുതൽ അവൾ ആകെ മാറിയിരിക്കുന്നു. കോംപ്ലിമെന്റ്സ് അല്ല, മൈ സിൻസിയർ താങ്ക്സ് ടു യു. എന്റെ ദൈവമേ, അല്ല ഓട്ടോറിക്ഷ ഒന്നും ഓടുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? ഇന്ന് സമരമാണ്. സമരത്തിനുള്ള കാരണം? ഒരു ഓട്ടോറിക്ഷക്കാരെ ഇൻസ്പെക്ടറെ തെറി പറഞ്ഞപ്പം ഇൻസ്പെക്ടർ അയാളുടെ നേരെ കൈയോങ്ങിയതാ കാരണം. അപ്പൊ തല്ലുകൊള്ളാഞ്ഞിട്ടുള്ള സമരമാ? അതെ. ഓരോ കാരണങ്ങളെ. ഒടുക്കത്തെ തിരക്കാ. പെമ്പിള്ളേരെ തലേങ്ങാൻ കണ്ടാ മതി, അപ്പവന്മാര് എത്ര തിരക്കാണെങ്കിലും നിർത്തും. ഞെക്കി ഞെരിച്ച് കുത്തി തിരികെ മുട്ടി ഒരുമി നിന്ന ചില ആൾക്കാർക്കൊക്കെ എന്തൊരു സുഖമാണപ്പോ. ഞാനിപ്പോ പെമ്പിള്ളേരെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? ഞാനിപ്പോ പോണില്ലേ, എനിക്കിപ്പോ സൗകര്യമില്ല. അത് കളാ. 10:30 മണിക്ക് കളക്ടറേറ്റിൽ എത്തേണ്ടതാ. എന്ത് ചെയ്യും ഈശ്വര? കേറണ്ട കേറണ്ട, സ്ഥലമില്ല സ്ഥലമില്ല സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, എന്റെ അമ്മേ. എന്തിനാ കരയുന്നേ? എന്റെ അച്ഛൻ മരിച്ചുപോയി, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ആ കയറ്റിക്കോ. ആരാ ടിക്കറ്റ് എടുക്കാളെ? ടിക്കറ്റ് ഒന്ന് ഒതുങ്ങിക്കേ. ഇരിക്കലോടും അവനെ കുത്തണോ?
ഒതുങ്ങി നിൽക്കാൻ കൂടെ. ചേട്ടാ ടിക്കറ്റ് ടിക്കറ്റ് അയ്യോ അയ്യോ എനിക്ക് തല ഇറങ്ങുന്നു. ഞാനിപ്പോ വീഴും. ഒന്നിരുന്നാ കൊള്ളായിരുന്നു. അയ്യോ എന്താ എന്താ തല ഇറങ്ങുന്നു. ഒന്നിരിക്കണം. അയ്യോ ഒന്ന് എഴുന്നേറ്റെ. നമ്മളോടാ അച്ഛൻ മരിച്ച വീടറിഞ്ഞു പോകുന്ന ആളാ. ഒന്നിരിക്കട്ടെ. അച്ഛൻ എന്തായിരുന്നു അസുഖം? കാലത്ത് എഴുന്നേറ്റ് കക്കൂസെ പോയതാ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അറ്റാക്ക് ആയിരിക്കും. അല്ല, ഉറ്റാക്ക്. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10-16 കൊല്ലം ആശാനെ. ഒന്നിരിക്കാൻ സ്ഥലം കിട്ടണ്ടേ? എന്റെ ഗ്രേസുകുട്ടി, നിനക്ക് കുന്തം ഒന്ന് തറ വയ്ക്കാൻ നേരം കിട്ടുന്നില്ലല്ലോ. ഇത് കുന്തമല്ല മാറ്റൻ, മൗത്ത് ഓർഗനാണ്. ഞങ്ങൾ കുടുംബത്തോടെ മ്യൂസീഷ്യൻസാ. ഷീല കാണാൻ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. എടി, നിന്റെ ഗൗതമീട്ടനായിരിക്കും. പൂടി. എന്താ പതിവില്ലാതെ? വല്ല പേഷ്യൻസിനെയും കൊണ്ട് വന്നതാണോ? ഞാനിവിടെ എന്റെ മെഡിക്കൽ ഓഫീസറുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാ. അവിടുത്തെ കൊട്ടും കുരവയും താലികെട്ടും ഒക്കെ കണ്ടപ്പോൾ തോന്നി ശീലക്കുട്ടി ഒന്ന് വന്ന് കാണണമെന്ന്. വന്നു, കണ്ടു. പക്ഷേ കീഴടക്കാൻ മാത്രം ഇതുവരെ പറ്റിയില്ല. ആട്ടെ, ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? മടങ്ങേണ്ടെന്നാണ് ആഗ്രഹം. എന്താ, ഇവിടെ കൂടാൻ വല്ല മാർഗമുണ്ടോ? ഇവിടെയോ? ഇതേ ലേഡീസ് ഹോസ്റ്റലാ. അതിനെന്താ, എനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്നൊന്നുമില്ല. നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഒരു റൂമിൽ തന്നെ അങ്ങ് കൂടിക്കളയാൻ. ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. അല്ല, ഇതെവിടെ പോകാനാ ഉടുത്തൊരുങ്ങിയിരിക്കുന്നത്? എന്റെ ബോസിന്റെ വീട് വരെ ഒന്ന് പോണം. ശ്രീമോള് വരും. പർച്ചേസിന് പോകാനാ. ഓഹോ, കമ്പനി അവിടം വരെ എത്തിയോ? എന്നും വിളിക്കും ആ കുട്ടി. ഇന്ന് കൊണ്ടുപോകാൻ വരുമെന്ന് ഫോൺ ചെയ്തിരുന്നു. പോകുന്നതും വരുന്നതും ഒക്കെ കൊള്ളാം, പക്ഷേ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. കുറെ ദിവസമായിട്ട് ആ കുട്ടി നിർബന്ധിക്കുന്നു. അതുകൊണ്ടാ. പിന്നെ വീട്ടിൽ നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനും അമ്മയും കൊണ്ടുപിടിച്ച ആലോചനയിലാണ്. എന്നാ നീ നാട്ടിലേക്ക്? അടുത്ത സാറ്റർഡേ ആകാൻ കാത്തിരിക്കുക. കാർ ഒന്നും തോന്നുന്നു. എപ്പോഴാ നീ മടങ്ങി വരിക? പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ശ്രീമോളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരും. ഇതോ, ഇതിന്റെ അമ്മാവിന്റെ മകനാണ്. ഹലോ ബേബി, ഹൗ ആർ യു? I am not baby. I am Sri Rekha Menon. I see. Auntie വാ പോകാം. പോ മോളെ. ഗൗതമീട്ട് ബസ് സ്റ്റാൻഡിലേക്കാണോ? ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നീ എന്നെ ഡ്രോപ്പ് ചെയ്യാതിരുന്നാ മതി. ഞാൻ നടന്നു പോയിക്കോളാം. ചായ ദാ. ചായ വേണ്ടായിരുന്നു. നിങ്ങളുടെ മെസ്സിലെ ചായ കുടിച്ചിട്ട് പോയാൽ മതി. അതായി, മോൾക്ക് എന്തോ തുണി വാങ്ങണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊക്കെ തീർത്ത് ആളെ വീട്ടിൽ വിട്ടിട്ടോ? ശരി സാർ. താൻ എന്താ ഈ നോക്കുന്നത്? അല്ല, മൂന്നാമത്തെ നിലയ്ക്ക് എത്ര വിൻഡോസ് വേണമെന്ന് നോക്കുകയായിരുന്നു. അതിന് പ്ലാൻ തലതിരിച്ചാണോ നോക്കുന്നത്? പറഞ്ഞതുപോലെ നേരാണല്ലോ. വിൻഡോയുടെ W തലതിരിച്ച് പിടിച്ചപ്പോ M ആയിപ്പോയി. M എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. താൻ തലകുത്തിയിരുന്ന് നോക്കിയിരുന്നെങ്കിൽ പിടി കിട്ടിയാനെ. അതും ശരിയാ. അട്ടെ, ലോറി വന്നോ? വന്നു. സിമന്റ് കയറ്റി കൊണ്ടുവരാൻ അയച്ചു. ഇന്ന് ഉച്ചവരെ പണിയുള്ളൂ. എന്താ? ഇന്ന് ജോലിക്കാരുടെ യൂണിയൻ വാർഷികമാ. അവര് ജാഥാക്ക് പോണെന്ന് പറയുന്നു. വെക്കോട്ടെ. അപ്പൊ കൂലി കൊടുത്ത് വിട്ടേക്കാമല്ലോ. പുറത്തേക്ക്. ഓ, വാ.
വരുന്നു കുഞ്ഞേ. ആഹാ ശീല കുഞ്ഞോ, എപ്പ നോക്കിയാലും ആന്റിയുടെ കാര്യം പറയാനേ ശ്രീമോൾക്ക് നേരമുള്ളൂ. ആന്റിക്കും ചോറ് കൊടുക്കണം. ഇപ്പൊ റെഡിയാക്കാൻ മോളെ. അയ്യോ, എനിക്ക് ചോറൊന്നും വേണ്ട. വേണം. ആന്റിയുടെ കൂടെ ഇരുന്നേ ഞാൻ ഇന്ന് ചോറുണ്ണത്തുള്ളൂ. വരൂ ആന്റി, നമുക്ക് മുകളിലേക്ക് പോകാം. ഡാഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരാം. ഡാഡിയെ അത്രയ്ക്ക് പേടിയാണോ? വരൂ. ഇതെന്താ മോളെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത്? അത് ഞാൻ കളിച്ചതാ ആന്റി. മുറിയിലാണോ കളിക്കുന്നത്? അത് എന്റെ മമ്മിയാ. വാ മോളെ, നമുക്കിതൊക്കെ നടുക്കി വെക്കാം. ശരി ആന്റി. കൂലി മേടിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് വന്നാ മതി. കട്ടപ്പന കുട്ടപ്പൻ 65 രൂപ. ഇതിൽ 5 രൂപ കുറവാണല്ലോ സാറേ. അതെ, കെട്ടിട പുനരുദ്ധാരണ ഫണ്ടിലേക്ക് എടുത്തു. സാറിന് രാവിലെ അമ്പലവും പണിയുണ്ട്. ഏയ്, എനിക്ക് ഒരു പശുത്തൊഴുത്തുണ്ട്, അതൊന്ന് ഉദ്ധരിക്കണം. ആ ഫണ്ടിലേക്കാ താൻ പൊക്കൂ. നാരായണി 60 രൂപ. സാറിന്റെ ഫണ്ടിലേക്ക് രൂപ എടുത്തില്ലല്ലോ. നിന്റെ ശരീരം കൊണ്ടുള്ള ഫണ്ട് മതി എനിക്ക്. അനാവശ്യം പറയരുത്. അനാവശ്യമല്ലടി പണ്ടേ. ഞാൻ തൊഴുത്തുദ്ധരിക്കുമ്പോ നീ വല്ല കല്ലോ മണലോ ചുവന്ന് സഹായിച്ചാ മതി. എന്തു പറയുന്നു? അത് ചെയ്തു. അത് മതി. ഗജലക്ഷ്മി ശ്രീമയുടെ മമ്മി പാടുമായിരുന്നു. അമ്പിളി നന്നായി പാടുമായിരുന്നു. ഡാഡി നോക്ക്, ആന്റി ഞാനും കൂടി മുറിയൊക്കെ വൃത്തിയാക്കി. അമ്പിളി ഉണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ട ഉണ്ടായിരുന്നു. അവള് പോയ പിന്നെ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ആ മോളെ, ആന്റിക്ക് വല്ലതും കൊടുത്തോ? ഇല്ല ഡാഡി. എങ്കിൽ വിളിച്ചോണ്ട് ചോറ് കൊടുക്ക്. എനിക്ക് വേണ്ട സാർ. പറ്റില്ല, ആന്റി ഇന്ന് ഇവിടെ നിന്ന് ചോറുണ്ണണം. ചെല്ലേ, ചെന്ന് ഊണ് കഴിക്കേ. വരൂ ആന്റി, വരൂ. ഷീല, പ്ലീസ് കം. യെസ് സർ. സർ, ഇരിക്കൂ. ഇൻകം ടാക്സിന്റെ ഫയലുകളെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്തല്ലോ. ഓ, ഞാനത് മറന്നു. ഷീല പൊയ്ക്കോളൂ. ഷീല, എന്താ സർ? വൈകുന്നേരം ഷീല വീട് വരെ ഒന്ന് വരണം. വരുമോ? വരൂ സർ.
ഷീല വന്നോ? ഇരിക്കേ. ശ്രീമോൾ എവിടെ? മോളും മത്തായും കൂടെ പുറത്തു പോയിരിക്കാണ്. ഞാനവരെ പറഞ്ഞയച്ച വൈകുന്നേരം വീട്ടിൽ വരാൻ ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്റെ ശ്രീമോളുടെ മമ്മി എനിക്കെല്ലാമായിരുന്നു. പക്ഷെ അവളോടൊത്ത് കൂടുതൽ കാലം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷവും 4 മാസവും മാത്രമേ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. പ്രസവത്തോടുകൂടി അവൾ മരിച്ചു. എന്റെ ശ്രീമോളെ എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവൾ കടന്നുപോയത്. ഇറ്റ്സ് മൈ ഫേറ്റ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും കരഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുന്നത് അമ്മ എന്നാണ്. പക്ഷേ എന്റെ ശ്രീമോളുടെ ആ വിളി കേൾക്കുവാൻ അമ്പളിക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ എന്റെ മോള് കൊതിക്കുകയാണ് അമ്മ എന്നൊന്ന് വിളിക്കാൻ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്റെ മകൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഷീലെ, നീയാണ് അവൾക്ക് ഇന്നെല്ലാം. നിന്നെപ്പറ്റി പറയാത്തൊരു നിമിഷം പോലും അവൾക്കില്ല. കല്യാണപ്പന്തലും മണിയറയും എനിക്ക് പുതിയതല്ല. അങ്ങനെയുള്ള ഒരാൾ ആ സങ്കല്പങ്ങൾ സ്വപ്നം കണ്ട് കഴിയുന്ന പെൺകുട്ടിയോട് എന്റെ മകളുടെ അമ്മയായി വരാമോ എന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മകളുടെ അമ്മയായി ഈ വീട്ടിലേക്ക് വരാൻ ഷീലയ്ക്ക് സമ്മതമാണോ? പറയൂ. ശ്രീമോളെ പോലെയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം സർ. ഐ എം എൻഗേജ്ഡ്. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ആന്റി എവിടെ പോന്നു? ആന്റി എന്താ വല്ലാതിരിക്കുന്നേ? ഡാഡി, ആന്റി എന്താ എന്നെ വിളിച്ചിട്ട് നിൽക്കാതെ പോയത്?